പലരും കളിയാക്കാം, പലരും കുറ്റപ്പെടുത്താം, പലരും പലതും പറഞ്ഞേക്കാം. പക്ഷേ ഇതിന്റെയൊക്കെ അവസാന ലക്ഷ്യമെന്തെന്നറിയോ? പൊന്നുമോനെ, ഇന്നലെ ഞാനൊരു ജനാസ കാണാൻ പോയി സഹോദരങ്ങളെ. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. കണ്ണ് നിറഞ്ഞു പോയ ഒരു ജനാസയാണ്. അല്ലാഹുവേ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ മഹാനായ KP ഉസ്താദ്, അല്ലാഹുവേ നീ സ്വർഗ്ഗം നൽകണേ അല്ലാ. മഹാനുഭാവൻ ഇന്നലെ മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഒരു പുരുഷായുസ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തപ്പോ അല്ല കൊടുത്ത പ്രതിഫലം കേൾക്കണോ പെങ്ങളെ? മക്കള് ഡോക്ടറും എഞ്ചിനീയറും IAS ഡോക്ടറും വാലിന്റെ പേരിൽ ഡിഗ്രിയുമായി നടക്കുമ്പോ ഈ ഭാഗ്യം കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, താൻ നട്ട് വളർത്തി കൊണ്ടുവന്ന തന്റെ പ്രസ്ഥാനം 70ാമത് വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. ആ സമയമാണ് ഒരു പുരുഷായുസ് ദക്ഷിണയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ മരിക്കുകയാ. ആ മനുഷ്യന്റെ ജനാസ കാണാ കൊല്ലം ജില്ലയിലെ മുട്ടയ്ക്കാവ് പള്ളിയിലോ അല്ലാഹുവേ ആയിരങ്ങളാണോ ഒഴുകി വന്നതോ. ഞാൻ നോക്കുമ്പോൾ ജനാസ കാണാ തിക്കും തിരക്കുമാണ്. കഅബാലയത്തിൽ തവാഫ് ചെയ്യും പോലെ ജനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണോ. അതും ആയിരക്കണക്കിന് ആലിമീങ്ങള്, ആബിദീങ്ങള്, സൂഫി വര്യന്മാരോ ഓരോരുത്തരും ഒന്ന് KP ഉസ്താദിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി മാറ്റുമ്പോ ഉസ്താദിന്റെ പേര് തന്നെ നൂറുൽ ഉലമ എന്നാണ്. ആ പേരിനെ അനർത്ഥമാക്കുന്ന തരത്തിലോ എന്തോ ഒരു പ്രകാശമായിരുന്നടോ. നോക്കിയവര് വീണ്ടും വീണ്ടും നോക്കുകയാ. ആർക്കും അവിടുന്ന് മുഖമെടുക്കാനോ തോന്നുന്നില്ല. KP ഉസ്താദിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ജനങ്ങൾ പിടിച്ചു വലിക്കുകയാണോ ആ സൂര്യപ്രകാശമെന്ന് കാണാൻ. 85 വർഷം ഈ ദുനിയാവില് ജീവിച്ചതിന്റെ തെളിവെന്തായിരുന്നെന്നറിയോ? ഇതിനു വേണ്ടിയാണ് ഞങ്ങളോട് നടന്ന് അത് പറയുന്നത്, കഷ്ടപ്പെട്ട് പ്രസംഗിക്കുന്നത്. പലരും പറയും, ഫൈസലിദാരിമേ, എന്തിനാണ് ഈ ഫീൽഡിൽ നിങ്ങൾ നിൽക്കുന്നത്? മോനെ, ഇതുപോലെ മരിച്ചു കിടക്കുമ്പോ ദുനിയാവിലെ പൈസയ്ക്ക് വേണ്ടിയല്ല, ദുനിയാവിന്റെ സമ്പത്തിന് വേണ്ടിയല്ല, ഇതുപോലെ മരിച്ചു കിടക്കുമ്പോൾ ആയിരങ്ങളെ ദുആ വേണ്ട. അല്ലാഹുവേ, KP ഉസ്താദിന്റെ ജനാസ മുട്ടയ്ക്കാവ് പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടിയത് ആയിരങ്ങളാണോ, 10,000-ങ്ങളാ. നിൽക്കാൻ സമയമില്ല. വീണ്ടും വീണ്ടും മയ്യത്ത് നിസ്കരിക്കുകയാണ്. അവിടെ പടച്ചവനെ, ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്ന പ്രിയപ്പെട്ട മഅ്ദനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥരാ. ആ മഅ്ദനി ഉസ്താദ് പോലും അവസാനം ആരോഗ്യം പോലും ഇല്ലാത്തപ്പോ പോലും വീൽ ചെയറിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ട ഗുരുവിന്റെ മുഖമൊന്ന് കാണാൻ. ഞാൻ നോക്കുമ്പോ എല്ലാവരും കരച്ചിലാണ്, അലിമീങ്ങൾ മുഴുവനും കരച്ചിലാണ്. ഞങ്ങളെ പ്രകാശം അണഞ്ഞല്ലോ, ഞങ്ങളെ ദീപം കെട്ടുപോയല്ലോ, ഒരു തണലിന് വേണ്ടി ചെല്ലാൻ തണൽ വൃക്ഷമില്ലല്ലോ. അവസാനം മുട്ടയ്ക്കാവ് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് KP ഉസ്താദിന്റെ ജനാസ ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ ഇറക്കി വെക്കുമ്പോ എല്ലാവരും കൂടെ കരഞ്ഞ ഒരു ദുആ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നോക്ക്. തന്റെ ജീവിതം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തപ്പോ, ദക്ഷിണ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തപ്പോ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിന്റെ പിന്നിൽ ഒരുമിച്ച് കൂടുന്നതോ, ഈ ഉസ്താദന്മാർ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നതോ. അല്ലാതെ ഭൗതിക നേട്ടത്തിനു വേണ്ടിയല്ല. നാളെ മരിച്ചു കിടക്കുമ്പോൾ ഇതുപോലെ 10 ദുആ നമുക്ക് കിട്ടുമല്ലോ. അല്ലാതെ ദുനിയാവിൽ കുറെ പണമുണ്ടാക്കി, കുറെ പവറുണ്ടാക്കി, കുറെ പൈസ ഉണ്ടാക്കി എന്തുപയോഗമാവുള്ളതോ? മരിച്ചു കിടക്കുമ്പോ 10 പേര് മയ്യത്ത് നിസ്കരിക്കാൻ കാണുവോ? കുറെ പേര് പൈസയ്ക്ക് വേണ്ടി വരുന്നല്ലാതെ പള്ളിയിലെ ഉസ്താദ് 3-ാം പാത്യക്കും 40-നും വന്നിട്ട് ഫുഡും നിന്ന് പൈസയും കൊടുത്ത് വിടുന്നതല്ലാതെ ആത്മാർത്ഥതയോടെ എത്ര പേര് വന്ന് നമുക്ക് വേണ്ടി ദിക്ർ ചൊല്ലും പ്രിയപ്പെട്ടവര്, എത്ര പേര് ഖുർആൻ ഓതും പ്രിയപ്പെട്ടവര്. എന്തിനേറെ നമ്മൾ മരിച്ച് കബറിനകത്ത് കൊണ്ടുപോയി കബറടക്കിയ നമ്മുടെ മക്കൾ പോലും ഇവിടെ നിൽക്കൂലല്ലോ. നമ്മുടെ മക്കൾ പോലും വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴാണ് KP ഉസ്താദിനെ പോലെയുള്ള മഹാന്മാര് അനക്ക് ചിന്തിക്കും, നജീം ഉസ്താദൊക്കെ ഇതിനു വേണ്ടി ഓടി നടക്കുകയാണ്. ഇതിനെന്നറിയോ അവരൊക്കെ മരിക്കുമ്പോ ഒരു 10 പേര് ദുആ ചെയ്യാനാ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാണ്, ഞാൻ നിർത്തുകയാണ്. ഏറെ പറയണമെന്നുണ്ട്. നരകത്തിന്റെ 8 കവാടം പറയാനാണ് ഞാൻ വന്നത്. അൽഹംദുലില്ലാഹ്, അത് പിന്നൊരു ദിവസം പറയാം. നിങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, ഒരുപാട് കാലമൊന്നുമില്ല പെങ്ങളെ.
അടുത്ത വർഷം ഇതുപോലെ ഇവിടെ മതവിജ്ഞാന സദസ്സ് നടത്തുമ്പോ നിങ്ങളിൽ പലരും പള്ളിക്കാട്ടിലാണെന്നുള്ളൊരു ഓർമ്മ വേണം. ഇരിക്കുന്ന പലരും കാണില്ല. അതുകൊണ്ട് നമ്മൾ മരിച്ചു കിടക്കുമ്പോ ഈ തടുക്കാനുള്ള മുഴുവൻ ആളുകളും നമ്മളെ ജനാസ കാണാൻ വരണം. എല്ലാരും വരണം. എല്ലാരും വന്നിട്ട് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറിയിട്ട് നമ്മളെ മുഖത്തിട്ടിരിക്കുന്ന മുഖംമൂടിയുണ്ടല്ലോ, മുഖത്തിട്ടിരിക്കുന്ന തുണിയുണ്ടല്ലോ, അത് മാറ്റുമ്പോ ഇവിടെയുള്ള മുഴുവൻ ആളുകളും പറയണം, തടിക്കാട് ഇതുപോലെ ഒരു ജനാസ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ രീതിയിൽ ചിരിക്കുന്ന മുഖത്തോടെ പോകണം പെങ്ങളെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ.